ഹലോ ഗുഡ് മോർണിംഗ്. ഇത് നമ്മുടെ RACHSS.com ലേണിംഗ് പോർട്ടലിൻ്റെ മൂന്നാമത്തെ ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് കാണുന്നത് എങ്ങനെ നമ്മുടെ പാർട്ടിസിപ്പൻസിനെ കാണാമെന്നാണ്. ഇപ്പോൾ ഓരോ ക്ലാസ്സിലും കുട്ടികളെ ആഡ് ചെയ്തിട്ടുണ്ട്, നമ്മളൊന്നും ചെയ്യാനില്ല. ഈ ഹിന്ദി, മലയാളം, അറബിക് ഈ ക്ലാസ്സുകൾക്ക് മാത്രമേ കുട്ടികളെ നമ്മൾ ആഡ് ചെയ്യാനുള്ളൂ. ബാക്കി എല്ലാ ക്ലാസ്സിലും കുട്ടികളെ ആഡ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ കാണുമെന്ന് നോക്കാം. നിങ്ങൾ ആദ്യം നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്യുക. സോ ഐ ഹാവ് ലോഗ്ഡ് ഇൻ. ദിസ് ഈസ് മൈ ഹോം പേജ്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന നാവിഗേഷൻ ബാർ, ഇതിൽ കുറേ ഐക്കൺസ് ഉണ്ട്. ഇതിൽ നമ്മൾ ആദ്യം ഡാഷ്ബോർഡ് എടുക്കുന്നു. ഡാഷ്ബോർഡ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കോഴ്സസ് കാണും. അപ്പം നമുക്ക് ഓരോ കോഴ്സും കാണാം. നമുക്ക് വേണമെങ്കിൽ ബയോളജി, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, എക്കണോമിക്സ് ഒക്കെ കാണാം. ഓരോ കോഴ്സ് എടുക്കുമ്പോഴും ഒരു കോഴ്സ് സെലക്ട് ചെയ്യാം. നമുക്ക് ബയോളജി എടുക്കുന്നു. ബയോളജി 1B. ഈ ബയോളജി 1B എന്നുള്ള കോഴ്സിൽ എത്ര പാർട്ടിസിപ്പൻസ് ഉണ്ടെന്ന് കാണണമെങ്കിൽ നമ്മൾ അതിനടിയിലുള്ള പാർട്ടിസിപ്പൻസ് ലിസ്റ്റ് അടിച്ചാൽ, പാർട്ടിസിപ്പൻസ് ലിസ്റ്റ് അടിക്കുമ്പോൾ ഇവിടെ കാണുന്നുണ്ട് എല്ലാ കുട്ടികളുടെയും പേര്. ഇപ്പൊ ഈ പേര് നമ്മൾ നോക്കേണ്ടത് ആദ്യം കാണും. ടീച്ചേഴ്സിന്റെ ID നമ്മുടെ ID ആണ്. അതല്ലാതെ കുട്ടികളുടെ പേര് കാണുന്നത് RA11B01 എന്ന് പറഞ്ഞാൽ RA എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിലെ എല്ലാ കുട്ടികൾക്കുള്ള പേരാണ്. 11 എന്നുള്ളത് അവരുടെ ക്ലാസ്സിലെ നമ്പറാണ്. B എന്നുള്ള ഡിവിഷനാണ്. പിന്നെ 01 എന്നുള്ളത് അവരുടെ ക്ലാസ്സിലെ റോൾ നമ്പറാണ്, സ്റ്റുഡൻറ്. ഇത്രയും കാര്യങ്ങൾ. ഇപ്പോൾ നമ്മളാരൊന്നും ചെയ്യാനുള്ള എല്ലാ കുട്ടികളും ഓൾറെഡി ഉണ്ട്. നമ്മൾ ഷെയർ ചെയ്താൽ മതി. ഇനിയിപ്പോൾ ക്ലാസ് ഒക്കെ ആരംഭിക്കാൻ യാതൊരു പ്രയാസമില്ല. കുട്ടികളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതാണ് കുട്ടികളെ ആഡ് ചെയ്യുന്ന രീതി. നമുക്ക് ഒന്നുകൂടി നോക്കാം. കോഴ്സുകളിലേക്ക് വേറെ കോഴ്സുകൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഡാഷ്ബോർഡ് +2 ബോട്ടണി. ഓക്കെ, അത് ബീന ടീച്ചറുടെ കോഴ്സിന്റെ ഫ്രണ്ട് പേജാണ്. വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ട്. മോളുടെ ഫോട്ടോ നമ്മളെ വെൽക്കം ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്, ബ്യൂട്ടിഫുൾ. ഇനി ചെയ്യാനുള്ളത് ഇത്രയും കാര്യങ്ങൾ. ഇതിന് നമ്മൾ നോക്കേണ്ടത് പാർട്ടിസിപ്പൻസ് എടുക്കുന്നു, ചെയ്യുന്നു. ഇത്രയും രീതിയിൽ നമ്മൾ പാർട്ടിസിപ്പൻസിനെ വ്യൂ ചെയ്യാം. നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് എങ്ങനെ കോഴ്സുകളിൽ കൂടുതൽ വീഡിയോ ആഡ് ചെയ്യുന്നു നോക്കാം. ഇത് ഇത്ര മതി. ഈ കാര്യം എല്ലാവരും ഒന്ന് ട്രൈ ഔട്ട് ചെയ്യുക. എന്നിട്ട് കൺഫേം ചെയ്യാം. നമ്മുടെ ക്ലാസ്സിലെ കുട്ടികൾ തന്നെയാണോ നമ്മളെ ഗ്രൂപ്പിലുള്ളതെന്ന് നോക്കണം. അതൊക്കെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അത് അറിയിക്കണം. നമുക്കത് മാറ്റിയെടുക്കേണ്ടതുണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.